ഫസ്റ്റ് സെമസ്റ്റർ BSc നഴ്സിംഗിൻ്റെ യൂണിവേഴ്സിറ്റി എക്സാം 22-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. അനാട്ടമി ആൻഡ് ഫിസിയോളജിയാണ് ആദ്യത്തെ എക്സാം. ഈ എക്സാമാണ് സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ ടെൻഷനോടുകൂടി അപ്പിയർ ചെയ്യാൻ പോകുന്നത്. കാരണം ഇത് നഴ്സിംഗിൽ ആദ്യത്തെ യൂണിവേഴ്സിറ്റി എക്സാമാണ്. രണ്ടാമത് ഏറ്റവും കൂടുതൽ ടോപ്പിക്സ് കവർ ചെയ്യാനുള്ളത് ഫസ്റ്റ് സെമസ്റ്ററിലാണ്. ഇതിൽ അനാട്ടമിയും ഫിസിയോളജിയും കമ്പൈൻഡ് ആയിട്ട് 75 മാർക്കിലാണ്. അനാട്ടമി 37 മാർക്കിലും ഫിസിയോളജിക്ക് 38 മാർക്കുമാണ് വരുന്നത്. നഴ്സിംഗ് ഇയർ ബേസ് ആയിരുന്നപ്പോൾ അനാട്ടമിയും ഫിസിയോളജിയും സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് 1 വർഷം കൊണ്ട് പഠിച്ചതാണ്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് 6 മാസം കൊണ്ട് സ്റ്റുഡൻസ് എഴുതേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത് പഠിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇവിടുന്ന് പാസ്സാകാനും കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ഫസ്റ്റ് സെമസ്റ്റർ BSc നഴ്സിംഗ് വൺസ് പാസ്സായ ബാക്കിയുള്ള സെമസ്റ്ററുകളെല്ലാം അത് ആ ഫ്ലോ അനുസരിച്ച് പോയിക്കോളും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ പാസ്സാകുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി തന്നെ പഠിക്കണം. അതിന് നിങ്ങൾ കുറച്ച് ടിപ്സൊക്കെ യൂസ് ചെയ്ത് പഠിക്കണം. അതിന് ഫസ്റ്റ് ചെയ്ത് തന്നിരിക്കുന്നത് സെമസ്റ്ററിലേക്ക് BSc നഴ്സിംഗ് സെമസ്റ്ററിൻ്റെ സിലബസ് എടുക്കണം. സിലബസിൽ ഏത് ബുക്കാണ് റെഫറൻസ് അല്ലെങ്കിൽ റെക്കമെൻഡഡ് ബുക്കിൻ്റെ ലിസ്റ്റിലുള്ളത് എന്ന് നോക്കണം. ഇതിനകത്തൊരു 8 ബുക്സ് തന്നിട്ടുണ്ട്. ഈ ബുക്സിൽ ഏതെങ്കിലും ഒരെണ്ണമാണോ നിങ്ങൾ പഠിക്കുന്നത് എന്ന് നോക്കുക. യൂഷ്വലി ഇതിലേതെങ്കിലും ഒരു ബുക്കിൽ നിന്ന് ബേസ് ചെയ്തായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് ബുക്സാണ് പഠിക്കുന്നതെങ്കിലും ആ മൾട്ടിപ്പിൾ ചോയ്സിന് വേണ്ടി പഠിക്കുമ്പോൾ നിങ്ങൾ +1 +2 പഠിച്ചതുപോലെ ഓരോ ലൈനും ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതായത് ഒരു ജനറലായിട്ട് അതിന് ഹൗ മെനി ബോൺസ് ആർ ദെയർ, അത് എല്ലാ ബുക്കിലും ഒരുപോലെയാണ്. അങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അതുപോലെ ഒരു രീതിയിൽ ജനറലായിട്ടുള്ള രീതിയിൽ നിങ്ങൾ പഠിക്കണം. രണ്ടാമത് സിലബസിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അനാട്ടമി മുതൽ നമുക്ക് നോക്കാം. അനാട്ടമി ആണെങ്കിൽ നമ്മൾ ആദ്യം സിലബസ് എടുത്തിട്ട് സിലബസിൽ ഫസ്റ്റ് യൂണിറ്റ് ഇൻട്രൊഡക്ഷൻ ടു അനാട്ടമിക്കൽ ടേം ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ദി ഹ്യൂമൻ ബോഡി, ഇതാണ് ഫസ്റ്റ് യൂണിറ്റ്. ഇതിന് എത്ര ടൈമാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്? 8 hours ആണ്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ യൂണിറ്റ്സും ഇങ്ങനെ നോക്കണം. ഏറ്റവും കൂടുതൽ ടൈം അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ കുറച്ച് ഫോക്കസ് ചെയ്ത് പഠിക്കണം. സിലബസ് അനുസരിച്ച് ഇതിൽ എന്ത് ടോപ്പിക്സ് ആണ് കവർ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ നോക്കണം. അതനുസരിച്ച് വേണം പഠിക്കാൻ. ഇപ്പം നിങ്ങൾക്ക് എല്ലാ യൂണിറ്റും ഒരുപോലെ പഠിക്കാൻ സാധിക്കില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഈസി ആയിട്ടുള്ള കുറേ യൂണിറ്റ്സ് പഠിക്കുക. ബുദ്ധിമുട്ടുള്ള യൂണിറ്റ്സ് നിങ്ങൾ ഒരു സൂപ്പർഫിഷ്യലി പഠിച്ചു പോവുക. കാരണം നിങ്ങൾ എല്ലാ യൂണിറ്റും സൂപ്പർഫിഷ്യലി പഠിച്ചു പോയാൽ എക്സാമിന് പാസ്സാകാനുള്ള സാധ്യത ഒരു 50-50 ആണ്. എന്നാൽ കുറച്ച് പോർഷൻസൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് ബാക്കിയുള്ള സൂപ്പർഫിഷ്യലി പഠിക്കുവാണെങ്കിൽ എന്തായാലും ഇതിൽ മജോറിറ്റി ടോപ്പിക്സ് കവർ ചെയ്യും, അതായത് യൂണിറ്റ്സ് കവർ ചെയ്യും. അപ്പോൾ നിങ്ങൾ അത് ജയിക്കാനും എളുപ്പമാണ്. ഇനി നമുക്ക് അനാട്ടമിയിലെ ഓരോ യൂണിറ്റ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, അതിൻ്റെ MCQ ഇത് എത്രയാണെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ മാർക്ക് നോക്കണം. മാർക്ക് തന്നെയാണെങ്കിൽ ഫസ്റ്റ് ഇതിൻ്റെ എക്സാമിൻ്റെ പാറ്റേൺ നോക്കണം. ഇതിൻ്റെ അകത്ത് MCQ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് 6 മാർക്കിന് വരും. പിന്നെ essay ക്വസ്റ്റ്യൻസ് 10 മാർക്സിന് വരും. പിന്നെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് 15 മാർക്ക്. പിന്നെ ഡിഫറൻഷിയേറ്റ് ആണ് പിന്നെ 6 മാർക്കിന് വരുന്നത്. അങ്ങനെ 37 ആണ് നിങ്ങൾക്ക് ടോട്ടൽ അനാട്ടമിക്ക് സ്കോർ ചെയ്യേണ്ടത്. ഇതിൻ്റെ ഹാഫ് മാർക്ക് വാങ്ങിച്ചാലാണ് നിങ്ങൾ അനാട്ടമിക്ക് ജയിക്കുന്നത്. ഈ അനാട്ടമിക്കും ഫിസിയോളജിയും ജയിച്ചാൽ മാത്രമാണ് നിങ്ങൾ ഈ സബ്ജക്റ്റിന് ജയിക്കുന്നത്. ഇതിലേതെങ്കിലും ഒരെണ്ണത്തിന് നിങ്ങൾ ഫെയിലായാൽ നിങ്ങൾ ഇത് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും ഈ എക്സാം. അതുകൊണ്ട് രണ്ടിനും ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുക്കണം. എങ്ങനെയാണ് റൈറ്റ് വേയിൽ എക്സാം അപ്പിയർ ചെയ്യുന്നത്, എങ്ങനെയാണ് ടൈം മാനേജ്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ ലേറ്റർ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളത് എക്സാമിന് മുമ്പ് അതൊന്ന് കണ്ടാൽ മതി. ടൈം മാനേജ്മെൻറ്റ് വളരെ ക്രൂഷ്യലാണ്. ടൈം മാനേജ്മെൻറ്റ് ഇല്ലെങ്കിലും നമ്മൾ ഈ നേഴ്സിങ്ങിലൊക്കെ ഒന്ന് പാസ്സാകാൻ ബുദ്ധിമുട്ടാണ്. കാരണം വളരെയധികം നമുക്ക് എഴുതാനുണ്ട്. ലിമിറ്റഡ് ടൈമാണ്. 1.5 മണിക്കൂറാണ് നിങ്ങൾക്ക് അനാട്ടമി എഴുതാൻ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഓരോ യൂണിറ്റ് ബേസിൽ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് നോക്കാം. അനാട്ടമിയുടെ ഫസ്റ്റ് യൂണിറ്റ് മുതലുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, അതായത് ഒരു പോസിബിൾ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് മാത്രം നമുക്കൊന്ന് നോക്കാം. നല്ല മാർക്ക് വാങ്ങിക്കണം, അതായത് ടോപ്പ് മാർക്ക് വാങ്ങിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ ടെക്സ്റ്റ് ബുക്ക്, ആ റെഫറൻസ് ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് അത് നന്നായിട്ട് വായിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ തോന്നുന്ന എല്ലാം നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഇത് ജയിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോട് മാത്രം ചെയ്യുന്ന വീഡിയോയാണ്. ഇതിൻ്റെ അകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് പഠിച്ചാലും നിങ്ങൾ എന്തായാലും ജയിക്കും. കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്.
ഫസ്റ്റ് ഇതിൻ്റെ അകത്ത് ഷോർട്ട് നോട്ടാണ്. ഷോർട്ട് നോട്ടായിട്ട് വരാൻ ചാൻസ്, അല്ലെങ്കിൽ ഇത് എസ് എ ആയിട്ടും വരാൻ ചാൻസ് ഉണ്ട്. സെൽ സ്ട്രക്ചറാണ്. സെൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ആദ്യം ഒരു പിക്ചർ വരയ്ക്കുക സെല്ലിൻ്റെ. അത് നിങ്ങൾ അത്യാവശ്യം വരയ്ക്കാൻ അറിയാവുന്നവരാണോ അറിയത്തില്ലാത്തവരാണോ അതൊന്നും ഒരു പ്രോബ്ലം അല്ല. സെല്ല് നമുക്ക് അറിയാം എങ്ങനെയാണ്. അത് ജസ്റ്റ് അതിൻ്റെ അകത്ത് പാർട്സ് മെൻഷൻ ചെയ്യുക. നിങ്ങൾ എത്ര നന്നായിട്ട് വരച്ചാലും പാർട്സ് ലേബൽ ചെയ്തില്ലെങ്കിൽ അത് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തില്ല. സോ നിങ്ങൾ സെൽ സ്ട്രക്ചർ പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൻ്റെ അകത്തെ ഓർഗനെല്ലാസ്, സൈറ്റോപ്ലാസം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുക, ന്യൂക്ലിയസ് ഇതെല്ലാം പഠിക്കുക. അതിന് ശേഷം നിങ്ങൾ ലേബൽ ചെയ്യുന്ന കാര്യം മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഒത്തിരി ഡീറ്റെയിൽസോ ഫങ്ഷൻസോ ഒന്നും ഇതിൻ്റെ അകത്ത് ആവശ്യമില്ല. ഇത് അനാട്ടമിയാണ്. അടുത്തതാണ് ഷോർട്ട് നോട്ടായിട്ട് വരാൻ ചാൻസ് ടിഷ്യൂസ്, അതായത് എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, ഇങ്ങനെ കുറേ ടിഷ്യൂസ് ഉണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ അത്യാവശ്യം അറിയണം. അത് ഡെഫിനിഷൻ, ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഡിഫറൻഷ്യേറ്റിൻ്റെ ആയിട്ട് വന്നാലും എപ്പിത്തീലിയൽ ടിഷ്യൂവും കണക്റ്റീവ് ടിഷ്യൂവും ഡിഫറൻഷ്യേറ്റ് എന്നാലും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. അപ്പം നിങ്ങൾ പഠിക്കാൻ സാധിക്കുന്നത് പോലെ അതൊന്ന് പഠിക്കുക. കാർട്ടിലേജസ്, അതിൻ്റെ ടൈപ്പ്. കാർട്ടിലേജസ് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് കാർട്ടിലേജസും അതും നിങ്ങൾ ടൈപ്പും പഠിക്കണം. ഗ്ലാൻഡ് ക്ലാസിഫിക്കേഷനുണ്ട്. എൻഡോക്രൈൻ, എക്സോക്രൈൻ ഗ്ലാൻഡ്. അതിൻ്റെ അകത്ത് എൻഡോക്രൈൻ എക്സാമ്പിൾ, എക്സോക്രൈൻ എക്സാമ്പിൾ ഇത്രയും അറിഞ്ഞാലും മതി. പിന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽസും കൂടെ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അതും അപ്പിയർ ചെയ്യാൻ സാധിക്കും. മസിൽസ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ്, എസ്പെഷ്യലി സ്കെലിറ്റൽ മസിൽ, കാർഡിയാക് മസിൽ, സ്മൂത്ത് മസിൽസ് ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അടുത്തതാണ് ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ്റെ അകത്ത് ഒരു കോമൺലി വരാൻ ചാൻസ് ഉള്ളത് സ്കെലിറ്റൽ മസിലും കാർഡിയാക് മസിലും, എൻഡോക്രൈൻ ഗ്ലാൻഡ്, എക്സോക്രൈൻ ഗ്ലാൻഡ്. സോ ഡിഫറൻഷ്യേറ്റ് എഴുതുമ്പം നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് എഴുതേണ്ടത്. കോളം വരച്ചിട്ട് എഴുതുക. അതിൻ്റെ ഒന്നിൻ്റെ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ എഴുതുക. അത് എങ്ങനെയാണ് ഒരു എക്സാം എഴുതുന്നത്, ഏത് രീതിയിലാണെന്ന് ഞാനൊരു വീഡിയോ ഇടാം. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഡിഫറൻഷ്യേറ്റ് ഒക്കെ എഴുതേണ്ട രീതി, അത് മാർക്ക് സ്കോർ ചെയ്യുന്നത് നമ്മുടെ അപ്പിയറൻസ് അനുസരിച്ചാണ്. അത് എക്സാമിന് എങ്ങനെ അപ്പിയർ ചെയ്തു എന്നനുസരിച്ചാണ് സ്കോർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്ര അറിയാമെന്നുള്ളത് എപ്പോഴും സെക്കൻഡറി ആണ്. നന്നായിട്ട് അറിയാവുന്നവരും നന്നായിട്ട് അപ്പിയർ ചെയ്യണം എന്ന് നിർബന്ധമില്ല. ഇനി നമുക്ക് MCQ ക്വസ്റ്റ്യൻസ് ആണ്. MCQ ക്വസ്റ്റ്യൻസ് കൂടെ ഒന്ന്, ഈ ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ പഠിച്ചാലും മതി. ഇതിൻ്റെ അകത്ത് അത്യാവശ്യം എല്ലാം തന്നെ കവർ ചെയ്യുന്നുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ബ്രാഞ്ച് ഓഫ് അനാട്ടമി? അനാട്ടമിയുടെ ബ്രാഞ്ച് അല്ലാത്തത്. അപ്പോൾ സർഫസ് അനാട്ടമി, ഗ്രോസ് അനാട്ടമി, മൈക്രോസ്കോപ്പിക് അനാട്ടമി ഇതിൻ്റെ ബ്രാഞ്ചിലുള്ളതാണ്. അപ്പോൾ ഓഫ് കോഴ്സ് ഓർഗാനിക് കെമിസ്ട്രിയാണ് ഇതിൻ്റെ ബ്രാഞ്ചിൽ ഇല്ലാത്തത്. അടുത്തത് വിച്ച് ലെവൽ ഓഫ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ കൺസിസ്റ്റ് ഓഫ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്? ഇതിൻ്റെ അകത്ത് നമ്മൾ ടിഷ്യൂ ലെവൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്താണ് എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, ആ ലെവൽ. അതിൻ്റെ അകത്ത് ആറ്റംസും മോളിക്യൂളും അല്ല. അടുത്തത് കെമിക്കൽ ലെവൽ. ഓർഗൻ ലെവൽ മീൻസ് ഓരോ ഓർഗനാണ്, കിഡ്നി, ലിവർ ഇങ്ങനെയുള്ള ഒരു ഓർഗനാണ്. അതും ആറ്റം മോളിക്യൂളിനെ ഉള്ള സ്റ്റഡിയല്ല. സെല്ലുലാർ ലെവൽ, അതിൻ്റെ അകത്തും സെല്ലുലാർ ലെവൽ നമുക്ക് അറിയാം, എക്സ്ട്രാസെല്ല്, ഇൻട്രാസെല്ല് അതൊക്കെ ഉണ്ട്. അതിൻ്റെ അകത്തല്ല, കെമിക്കൽ ലെവലിലാണ് എപ്പോഴും ആറ്റംസും മോളിക്യൂൾസും വരുന്നത്. കെമിക്കൽ റിയാക്ഷന് ആറ്റംസും മോളിക്യൂൾസും വേണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ മെയിൻ ഫങ്ഷൻ ഓഫ് ഇൻറ്റഗ്യുമെൻ്ററി സിസ്റ്റം? അതായത് സ്കിന്ന്, അതാണ് ഇൻറ്റഗ്യുമെൻ്ററി സിസ്റ്റം. അതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്താണ്? എക്സ്റ്റേണൽ ബോഡി പ്രൊട്ടക്ഷനാണ്. അതായത് ബോഡിയുടെ കവറിങ് ആണ് സ്കിന്ന്. ബോഡി പ്രൊട്ടക്ഷൻ, ഡയറക്റ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും ബോഡിയുടെ ഇൻറ്റേർണൽ ഓർഗൻസിലേക്ക് വരാതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് സ്കിന്നാണ്. സോ എക്സ്റ്റേണൽ പ്രൊട്ടക്ഷനാണ്. അപ്പോൾ നമ്മൾ ഗ്യാസ് എക്സ്ചേഞ്ച് ലങ്സിൻ്റെയാണ്, ബ്ലഡ് സർക്കുലേഷൻ ഹാർട്ടിൻ്റെയാണ്, ഹോർമോൺ സെക്രീഷൻസ് ഗ്ലാൻഡിൻ്റെയാണ്. അങ്ങനെയും കൂടെ പഠിച്ചാൽ എന്ത് ക്വസ്റ്റിനും നമുക്ക് ആൻസർ എഴുതാൻ സാധിക്കും. അടുത്തത് സ്കെലിറ്റൽ സിസ്റ്റം സ്റ്റോർ വിച്ച് ഓഫ് ദ ഫോളോയിങ്? അപ്പോൾ സ്കെലിറ്റൽ സിസ്റ്റം എന്തൊക്കെയാണ് സ്റ്റോർ ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ അകത്ത് ഹോർമോൺസ്, മിനറൽസ്, ഓക്സിജൻ, ന്യൂട്രിയൻറ്റ്. അപ്പോൾ സ്കെലിറ്റൽ സിസ്റ്റം എന്തായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്? ഹോർമോൺസ് അല്ല, അത് ഗ്ലാൻഡിൽ തന്നെയാണ്. ഓക്സിജൻ സ്റ്റോർ ചെയ്യുന്നില്ല, അത് ബോഡിയിലും ബ്ലഡിലും ഒക്കെയാണുള്ളത്. ന്യൂട്രിയൻറ്റും സ്കെലിറ്റൽ മസിൽസിലല്ല, അതിൽ മിനറൽസ് ആണുള്ളത്. മിനറൽസ് എല്ലാം തന്നെ സ്കെലിറ്റൽ സിസ്റ്റത്തിലാണ് സ്റ്റോർ ചെയ്യുന്നത്. വിച്ച് സിസ്റ്റം ഈസ് റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് പോസ്റ്റർ ആൻഡ് പ്രൊഡ്യൂസിങ് ഹീറ്റ്? പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മസ്കുലാർ സിസ്റ്റത്തെക്കുറിച്ച് ഓർത്തോണം. പ്രൊഡ്യൂസിങ് ഹീറ്റ്, സ്കെലിറ്റൽ മസിൽ, നെർവസ് സിസ്റ്റം, എൻഡോക്രൈൻ, മസ്കുലാർ സിസ്റ്റം. എപ്പോഴും മസ്കുലാർ സിസ്റ്റമാണ് പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാൻ. സ്കെലിറ്റൽ സിസ്റ്റം അതൊരു കൊടുക്കുന്നുണ്ടെങ്കിലും അതിലെ മസിൽസ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ പോസ്റ്റർ കിട്ടത്തുള്ളൂ. സോ മസ്കുലാർ സിസ്റ്റമാണ് പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്തതും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന സിസ്റ്റം.
അടുത്തത് വിച്ച് സിസ്റ്റം ഹൗസസ് ദ വൈറ്റ് ബ്ലഡ് സെൽസ് ആൻഡ് ഫൈറ്റ്സ് ഇൻഫെക്ഷൻ. അതായത് ബോഡിയിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ആദ്യം ഫൈറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫാഗോസൈറ്റോസിസിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഏത് സിസ്റ്റം എന്നാണ്? ഡൈജസ്റ്റീവ് സിസ്റ്റം, അത് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷനാണ്. ലിംഫാറ്റിക് സിസ്റ്റം, യൂറിനറി സിസ്റ്റം, എക്സ്ക്രീഷൻ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ബോഡി ഫ്ലൂയിഡാണ്. എൻഡോക്രൈൻ സിസ്റ്റം, ഹോർമോണൽ ബാലൻസ് ആണ്. അപ്പോൾ ഓഫ് കോഴ്സ് ലിംഫാറ്റിക് സിസ്റ്റമാണ്. അതാണ് WBCനെ ഹൗസ് ചെയ്യുന്നതും ഇൻഫെക്ഷനെതിരെ ഫൈറ്റ് ചെയ്യാൻ സഹായിക്കുന്നതും. അപ്പോൾ ഇത് അതുപോലെ നിങ്ങൾ ഓപ്ഷനൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ ഓപ്ഷൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ വന്നാൽ അതോടെ നിങ്ങളൊന്ന് സ്കോർ ചെയ്യാൻ വേണ്ടിയാണ്. വിച്ച് ഫീഡ്ബാക്ക് മെക്കാനിസം റെഡ്യൂസസ് ദി എഫക്റ്റ് ഓഫ് ഒറിജിനൽ സ്റ്റിമുലസ്. ഒരു ഒറിജിനൽ സ്റ്റിമുലസ് ഉണ്ടെങ്കിൽ അതിനെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ അത് ചെറുതാക്കി കാണിക്കുക, പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതിനെ എക്സാഗ്രേറ്റ് ചെയ്ത് കാണിക്കുക. ഒരു എഫക്റ്റാണ് പെയിനെ കുറച്ച് കാണിക്കുന്ന നെഗറ്റീവ് സിസ്റ്റം, അത് ഭയങ്കരമായിട്ട് കാണിക്കുന്നതാണ് പോസിറ്റീവ് സിസ്റ്റം. ആ രീതിയിൽ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാണ്. അപ്പോൾ എപ്പോഴും റെഡ്യൂസ് എന്ന് പറഞ്ഞാൽ ഉടനെ നെഗറ്റീവ് എന്ന് ഓർത്തോണം. പോസിറ്റീവ് ഫീഡ്ബാക്ക് സംതിങ് എൻഹാൻസിങ്, അഗ്രിവേറ്റിംഗ്. സർക്കുലർ ഫീഡ്ബാക്ക് അല്ല, ലീനിയർ ഫീഡ്ബാക്കും അല്ല, നെഗറ്റീവ് ഫീഡ്ബാക്കാണ് എപ്പോഴും ഒറിജിനൽ സ്റ്റിമുലസിനെ റെഡ്യൂസ് ചെയ്യുന്നത്. അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം. പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം, അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഇതിനകത്ത് നോക്കിയാൽ ബ്ലഡ് പ്രഷർ റെഗുലേഷൻ അല്ല, അതൊക്കെ സർക്കുലാർ ലീനിയറിൻ്റെയൊക്കെ അണ്ടറിൽ വരുന്നതാണ്. എല്ലാ റെഗുലേഷനും സർക്കുലാർ റെഗുലേഷനായിട്ട് വരും. പിന്നെ ബ്ലഡ് ഷുഗർ കൺട്രോൾ, ഇതെല്ലാം അതിൽ വരുന്നതാണ്. ചൈൽഡ് ബർത്താണ്, അതായത് ഉള്ള പെയിനെ എക്സാഗ്രേറ്റ് ചെയ്തിട്ട് കൺട്രാക്ഷൻ വന്ന് ബേബി ബർത്ത്, അതാണ് ചൈൽഡ് ബർത്താണ് പോസിറ്റീവ് ഫീഡ്ബാക്ക്. വിച്ച് ടേം റെഫർ ടു ദ ഫ്രണ്ട് ഓഫ് ദ ബോഡി. ബോഡിയുടെ ഫ്രണ്ട് വശം എന്താണ്? ആൻറ്റീരിയർ ആണ്. ബാക്ക് വശം എന്താണ്? പോസ്റ്റീരിയറുമാണ്. പിന്നെ സൈഡ് ലാറ്ററലാണ്, ഇൻഫീരിയറും അങ്ങനെ തന്നെ താഴ്വശം വരും, ലാറ്ററലാണ്. അപ്പോൾ ഓരോ സൈഡും നിങ്ങൾ ഓർത്തിരിക്കുക. വിച്ച് പ്ലെയിൻ ഡിവൈഡ് ദ ബോഡി ഇൻറ്റു റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ നടുവേ ഉള്ളതാണ് റൈറ്റും ലെഫ്റ്റും ആക്കുന്നത്. ട്രാൻസ്വേഴ്സ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് അല്ല, അപ്പ് ആൻഡ് ഡൗൺ ആണ്. കൊറോണൽ അല്ല, മിഡ് സജൈറ്റൽ ഹൊറിസോണ്ടൽ. എപ്പോഴും മിഡ് സജൈറ്റലാണ് നടുവെ ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ പ്ലെയിൻസ് ഒന്ന് ജസ്റ്റ് നോക്കിക്കണം. വിച്ച് ക്യാവിറ്റി കണ്ടെയ്ൻ ദ ബ്രെയിൻ. ക്യാവിറ്റി, ബോഡിയിൽ എത്ര ക്യാവിറ്റി ഉണ്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ പഠിക്കാൻ സാധിക്കും. വിച്ച് ക്യാവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എം ടി സ്പേസ് എന്നാണ്, ബോഡിയിലെ എം ടി സ്പേസ് അതാണ് ക്യാവിറ്റി. അതായത് തൊറാസിക് ക്യാവിറ്റി, അതൊരു ക്യാവിറ്റിയാണ്. എം ടി സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു ഹോൾ പോലെയാണ്. അതിൻ്റെ അകത്താണ് എന്താണ്? ഹാർട്ട്, ലങ്സ് ഇതൊക്കെ ഉള്ളത്. തൊറാസിക് ക്യാവിറ്റിയിൽ ബ്രെയിൻ ഇല്ല. അടുത്തത് വെർട്ടിബ്രൽ ക്യാവിറ്റി. വെർട്ടിബ്രൽ ക്യാവിറ്റിയിലും ഇല്ല. വെർട്ടിബ്രൽ ക്യാവിറ്റിയിലാണ് സ്പൈനക്കോഡ്, സ്പൈന് ഇങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പോൾ അതിൻ്റെ അത് ബ്രെയിൻ ഇല്ല. അബ്ഡോമിനൽ ക്യാവിറ്റി. അബ്ഡോമിനൽ ക്യാവിറ്റിയിലാണ് ലാർജ് ഇൻറ്റസ്റ്റൈൻ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, സ്റ്റൊമക്ക് ഇങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ അതിൻ്റെ അതും ബ്രെയിൻ ഇല്ല. ബ്രെയിൻ എവിടെയാണ്? ക്രേനിയൽ ക്യാവിറ്റിയിലാണ്. ആൻസർ ഈസ് ക്രേനിയൽ ക്യാവിറ്റി. നെക്സ്റ്റ്, ഹൗ മെനി അബ്ഡോമിനൽ ക്വാർട്ടേൺസ് ആർ ദേർ. അത് നമുക്കറിയാം. നമ്മൾ അപ്പർ 4ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പർ, ലോവർ, പിന്നെ സൈഡ്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമുക്കറിയാം. അപ്പോൾ ക്വാഡ്രൻസ് 4ആണ്. വാട്ട് ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്. ലൈഫിൻ്റെ ഏറ്റവും ബേസിക് യൂണിറ്റ് സെല്ല് തന്നെയാണ്. സെല്ല് കഴിഞ്ഞാണ് ടിഷ്യൂ കഴിഞ്ഞിട്ടാണ് ഓർഗനല്. പിന്നെ ഓർഗനലിലെ സെല്ലിൻ്റെ അകത്തുള്ള തിങ്സുമാണ്. പിന്നെ ഓർഗനാണ് ടിഷ്യൂ ഫോം ചെയ്യുന്നത്. ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂസ് ഓർഗനലിലെ സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിലുള്ള സ്മോൾ സോൾ, റൈബോസോം, മൈറ്റോകോൺട്രിയ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പ്രോട്ടീൻ ഓൾ ബോഡിയിലുള്ളതാണ്. ബേസിക് യൂണിറ്റ് ഓഫ് കോഴ്സ് സെല്ലാണ്. വിച്ച് പാർട്ട് ഓഫ് ദ സെൽ കൺട്രോൾ ഓൾ സെല്ലുലാർ ആക്ടിവിറ്റീസ്. കംപ്ലീറ്റ് ആക്ടിവിറ്റി, അതായത് സെൻറ്റർ ഓഫ് ദ സെൽ ഈസ് ന്യൂക്ലിയസ്. അത് കൺട്രോൾ ചെയ്യുന്ന ന്യൂക്ലിയസ് ആണ്. സൈറ്റോപ്ലാസം എന്താണ്? സെല്ലിലുള്ള ഫ്ലൂയിഡാണ്, ലിക്വിഡാണ് സൈറ്റോപ്ലാസം. മൈറ്റോകോൺട്രിയ നമുക്കത് താഴേക്ക് പഠിക്കാനുണ്ട്. ന്യൂക്ലിയസ്, റൈബോസോം ഇതൊക്കെ അതിലുള്ള ഓർഗനല്ലാസ് ആണ്. ഇതൊന്നും കൺട്രോൾ ചെയ്യുന്ന പാർട്ടല്ല. വാട്ട് ടൈപ്പ് ഓഫ് മെംബ്രെയിൻ ഈസ് ദ പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിൻ ഏത് ടൈപ്പാണ്? സെമി പെർമിബിൾ ആണ്. കുറച്ച് കാര്യങ്ങളെയൊക്കെ കടത്തിവിടും, ബാക്കിയുള്ളതിനെ റെസ്ട്രിക്റ്റീവ്. സെമി പെർമിബിൾ ആണ്. അത് തന്നെ അങ്ങനെ തന്നെ ഓർത്തുകൊള്ളുക. പ്ലാസ്മ മെംബ്രെയിൻ ഈസ് പ്രൈമറിലി കമ്പോസ്ഡ് ഓഫ്. അത് നിങ്ങൾ ആ പിക്ചർ ഓർത്താൽ മതി, അതിലധികം പറയാനൊന്നുമില്ല. ഫോസ്ഫോ ലിപ്പിഡ് ബൈലെയറാണ്. 2 ലെയറുള്ള ഫോസ്ഫോ ലിപ്പിഡും കൊണ്ടാണ് പ്ലാസ്മ മെംബ്രെയിൻ കമ്പോസ് ചെയ്തിരിക്കുന്നത്. അടുത്തത്, വിച്ച് ജംഗ്ഷൻ ടൈപ്പ് ആക്ട് ആസ് എ വെൽക്രോ
ടു അനദർ സെൽ ടുഗദർ. ഇത് നമ്മൾ ഈ പ്ലാസ്മ മെംബ്രെയിനൊക്കെ കാണുമ്പോൾ അവിടെ കാണുന്നതാണ്. ഇത് നിങ്ങൾ ഓർത്തിരിക്കുകയെങ്കിൽ ഓർത്തിരിക്കുക. ഇതിൻ്റെ അകത്ത് ഡെസ്മോസം അത് നിങ്ങൾ ഓൾറെഡി പഠിച്ചേക്കുന്നതാണ്. അപ്പം നിങ്ങളത് നോക്കുക. ദ വിസ്കസ് ഫ്ലൂയിഡ് ഇൻസൈഡ് സൈറ്റോപ്ലാസം ഈസ് കോൾഡ്. അപ്പോൾ സൈറ്റോപ്ലാസത്തിലുള്ള വിസ്കസ് ഫ്ലൂയിഡ്, സൈറ്റോപ്ലാസത്തെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിൻ്റെ അകത്തുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. സൈറ്റോപ്ലാസത്തിൽ ഉള്ളതാണ് സൈറ്റോസോൾ. അതിൻ്റെ അകത്ത് തന്നെയാണ് ഓർഗനല്ല, ഇങ്ങനെ നമ്മൾ ന്യൂക്ലിയസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് സൈറ്റോസോൾ അതിൻ്റെ അകത്തെ വിസ്കസ് ഫ്ലൂയിഡാണ്. അപ്പോൾ ആ വിസ്കസ് ഫ്ലൂയിഡ് സൈറ്റോസോൾ. പ്ലാസ്മ അല്ല, നിയോപ്ലാസ്മ അല്ല, മാട്രിക്സ് അല്ല, സൈറ്റോസോളാണ് ഇതിൻ്റെ അകത്തെ വിസ്കസ് ഏരിയ. അതിൻ്റെ അകത്തുള്ള സ്മോൾ സോൾ പാർട്സിന് ഓർഗനല്ല എന്ന് പറയും. അതിൻ്റെ സെൻട്രൽ പാർട്ടിന് ന്യൂക്ലിയസ് എന്ന് പറയും. അതേ ഉള്ളൂ സെല്ലിൽ. വിച്ച് ഓർഗനല്ല ഈസ് നോൺ ആസ് ദ പവർ ഹൗസ് ഓഫ് ദ സെൽ. പവർ ഹൗസ് ഓഫ് കോഴ്സ് നമ്മുടെ മനസ്സിലുണ്ട്, മൈറ്റോകോൺട്രിയയാണ് പവർ ഹൗസ്. അടുത്തത് വിച്ച് ഓർഗനല്ല സിന്തസൈസ് പ്രോട്ടീൻ. പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നത് റൈബോസോംസ്, പവർ ഹൗസ്, മൈറ്റോകോൺട്രിയ. The smooth endoplasmic reticulum is responsible for. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം രണ്ടായിട്ട് ഡിവൈഡ് ആകുന്നുണ്ട്. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇതിനകത്ത് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. ഇതിന് ലിപ്പിഡ് മെറ്റബോളിസം ആൻഡ് ഡീടോക്സിഫിക്കേഷനാണ്. ലിപ്പിഡ് മെറ്റബോളിസം നടക്കുന്നത് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലാണ്. ഇതൊരു സ്മൂത്ത് ഏരിയ ആണ്, വളരെ സോഫ്റ്റ് ആണ്. എൻ്റെ പിക്ചർ നമ്മൾ ഓർക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. ലിപ്പിഡ് മെറ്റബോളിസം സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലാണ്. വിച്ച് ഓർഗനല്ല മോഡിഫൈസ് ആൻഡ് പാക്കേജസ് പ്രോട്ടീൻ. അതിൻ്റെ പ്രോട്ടീൻ പാക്കേജസ് എന്നൊക്കെ നമ്മൾ എന്നെ വിളിക്കും. ഇതാണ് ഗോൾജി അപ്പാരറ്റസ്. ദ നിയോപ്ലാസം ഈസ് ഫൗണ്ട് ഇൻ. നിയോപ്ലാസം കാണുന്നത് ന്യൂക്ലിയസിലാണ്. സെല്ലിൻ്റെ അകത്ത് കാണുന്നതിന് സൈറ്റോപ്ലാസം എന്നും, ന്യൂക്ലിയസിൻ്റെ അകത്ത് കാണുന്ന വിസ്കസ് ഏരിയനെ എന്താണ് പറയുന്നത്, നിയോപ്ലാസം എന്നുമാണ് പറയുന്നത്. റൈബോസോം പ്രോട്ടീൻ പാക്കേജാണ് നമ്മൾ ഓൾറെഡി കണ്ടു. ക്രൊമാറ്റിൻ ഈസ് കമ്പോസ്ഡ് ഓഫ് എന്താണ്? ക്രൊമാറ്റിൻ ഈസ് കമ്പോസ്ഡ് മോസ്റ്റ്ലി ഓഫ് DNA ആൻഡ് പ്രോട്ടീൻ. ക്രൊമാറ്റിൻ എപ്പോഴും DNAയും പ്രോട്ടീനും കൊണ്ട് കമ്പോസ്ഡ് ആണ്, അതായത് അതുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നെക്സ്റ്റ്, വിച്ച് ഓർഗനല്ല കണ്ടെയ്ൻ എൻസൈംസ് ദാറ്റ് ഡൈജസ്റ്റ് ഓർഗനൽ. അതായത് വൺസ് അത് വേൺ ഔട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻ കഴിഞ്ഞതിനെ എന്ത് ചെയ്യും, ഡൈജസ്റ്റ് ചെയ്യുന്നത് എന്താണ്? ഓർഗനല്ല എന്ന് പറഞ്ഞാൽ സെല്ലിലുള്ള സ്മോൾ പാർട്ടാണ്. അതിനെ ഡൈജസ്റ്റ് ചെയ്ത് അതിനെ ക്ലീനപ്പ് ചെയ്യുന്നത് ലൈസോസോമാണ്. അപ്പോൾ റൈബോസോം എന്താണ്? പ്രോട്ടീൻ പാക്കേജാണ്. ലൈസോസോം ആണ് ഇതിനെ ക്ലീനപ്പ് ചെയ്യുന്നത്. അതായത് അതിൻ്റെ ഫങ്ഷനൊക്കെ കഴിഞ്ഞ് ഓർഗനലിനെയൊക്കെ ഡൈജസ്റ്റ് ചെയ്ത് അവിടെ ക്ലീനപ്പ് ആക്കും. വിച്ച് സെല്ലുലാർ എക്സ്റ്റൻഷൻ ഇൻക്രീസസ് സർഫസ് ഏരിയ ഫോർ അബ്സോർഷൻ. സെല്ലുലാർ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ സെല്ലിൻ്റെ മുകളിലുള്ള പാർട്ടാണ്. അതിങ്ങനെ എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഓർത്തോണം, എന്തെങ്കിലും ഇങ്ങനെ നീണ്ടിരിക്കുന്ന മൈക്രോവില്ലയോ സീലിയയോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്ന് ഓർത്തോണം. അപ്പോൾ സെല്ലിലുള്ള സീലിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മോൾ ഹെയർ ലൈക്ക് അപ്പിയറൻസ് ആണ്. അപ്പം ഇതിൻ്റെ അകത്തുള്ളത് സെല്ലുലാർ എക്സ്റ്റൻഷൻ ഇൻക്രീസ് ചെയ്യുന്നത് സർഫസ് ഏരിയയ്ക്ക് മൈക്രോവിലയാണ്. സ്മോൾ ഹെയർ ലൈക്ക് പ്രൊജക്ഷനാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം സർഫസ് വരുന്നില്ല, അതുകൊണ്ടാണ് എക്സ്റ്റൻഷൻ ഇൻക്രീസ് സർഫസ് ഏരിയ എന്ന് പറയുന്നത്. അപ്പം മൈക്രോവില്ലയാണ്. സീലിയൊക്കെ നമ്മൾ കാണുന്നത് ഈ റെസ്പിറേറ്ററി സിസ്റ്റത്തിലൊക്കെ നമ്മൾ പഠിക്കും. നെക്സ്റ്റ്, ന്യൂക്ലിയർ എൻവലപ്പ് ഈസ് കണക്റ്റഡ് ടു വിച്ച് ഓർഗനല്ലേ. ന്യൂക്ലിയർ എൻവലപ്പ് ഈസ് കണക്റ്റഡ് ടു വിച്ച് ഓർഗനല്ലേ എന്നാണ് കണക്റ്റഡ്. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമായിട്ട് മാത്രമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ന്യൂക്ലിയസിൻ്റെ ഔട്ട്സൈഡ് കവറിങ്, സെല്ലിൻ്റെ അകത്താണ് ന്യൂക്ലിയസ്, അത് ടച്ച് ചെയ്തിരിക്കുന്ന റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലാണ്. ഇതിനൊരു പ്രത്യേകത, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ റൈബോസോംസ് കാണും. The cell genetic material is stored in the form of chromosome. അതായത് ഒരു സ്പീഷീസിൻ്റെ ജനറ്റിക് ഫാക്ടർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ക്രോമസോമാണ്. അത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? അത് സെൽസിൽ ക്രോമസോമിലാണ് ജനറ്റിക് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. വാട്ട് ഈസ് എ ഗ്ലാൻഡ്? ഗ്ലാൻഡ് എന്താണ്? എ ഗ്രൂപ്പ് ഓഫ് സെൽ ദാറ്റ് സെക്രീറ്റ് സബ്സ്റ്റൻസ്. അതായത് അത് ഗ്ലാൻഡ് സബ്സ്റ്റൻസിന് പകരം ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ നിങ്ങളത് എഴുതണം. ഗ്രൂപ്പ് ഓഫ് സെൽ ദാറ്റ് സെക്രീറ്റ് സബ്സ്റ്റൻസ് ഓർ ഹോർമോൺസ്, അതാണ് ഗ്ലാൻഡിൻ്റെ ഫങ്ഷൻ. വിച്ച് ടൈപ്പ് ഓഫ് ഗ്ലാൻഡ് സെക്രീറ്റ്സ് ഹോർമോൺസ് ഡയറക്റ്റ്ലി ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം?
ഗ്ലാൻഡ് രണ്ട് ടൈപ്പ് ഉണ്ട്, എൻഡോക്രൈൻ ഗ്ലാൻഡും എക്സോക്രൈൻ ഗ്ലാൻഡും. അപ്പോൾ ഡയറക്റ്റ്ലി ഇൻ ടു ദ ബ്ലഡ് സ്ട്രീമിലേക്ക് എക്സ്ക്രീറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേര് എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്നാണ് പറയുന്നത്. അത് എൻഡോക്രൈൻ അതിനകത്തുള്ളത് അതാണ്. അതിന് തൈറോയ്ഡ് ഗ്ലാൻഡ്, പിനിയൽ ഗ്ലാൻഡ് ഒക്കെ അതിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇത് എൻഡോക്രൈൻ ഗ്ലാൻഡാണ്. സ്വെറ്റ് ഗ്ലാൻഡൊക്കെ എക്സോക്രൈൻ ഗ്ലാൻഡിന് എക്സാമ്പിളാണ്. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് എക്സോക്രൈൻ ഗ്ലാൻഡ്? എക്സോക്രൈൻ ഗ്ലാൻഡിൻ്റെ ഫങ്ഷൻ സെക്രീറ്റ് സബ്സ്റ്റൻസ് ത്രൂ ഡക്റ്റ്, അതായത് ഹോർമോൺസ് ഡക്റ്റ് വഴി ഒരു എന്തെങ്കിലും ഒരു ചാനൽ വഴി സെക്രീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എക്സോക്രൈൻ, അത് ഔട്ട്സൈഡിൽ നിന്ന് വരിക എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾ ഇതിൻ്റെ അകത്ത് കുറേ കൊടുത്തിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് എക്സോക്രൈൻ ഗ്ലാൻഡ്? എക്സോക്രൈൻ ഗ്ലാൻഡിന് എക്സാമ്പിൾ പരോട്ടിഡ് ഗ്ലാൻഡ്, സ്വെറ്റ് ഗ്ലാൻഡ്, ഇതിനെല്ലാം എക്സോക്രൈൻ ഗ്ലാൻഡിന് എക്സാമ്പിളാണ്. എൻഡോക്രൈൻ ഗ്ലാൻഡിൻ്റെ നിങ്ങളിവിടുന്ന് പഠിച്ചോ, തൈറോയ്ഡ് ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, പിനിയൽ ഗ്ലാൻഡ് എൻഡോക്രൈൻ ആണ്. തൈറോയ്ഡ് നേരെ ബ്ലഡിലേക്കാണ്, പിറ്റ്യൂട്ടറി നേരെ ബ്ലഡിലേക്ക്, പിനിയൽ ഗ്ലാൻഡ് നേരെ ബ്ലഡിലേക്കാണ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ പരോട്ടിഡ് ഗ്ലാൻഡ് അല്ലെങ്കിൽ സ്വെറ്റ് ഗ്ലാൻഡ് ഇങ്ങനെയുള്ളതൊന്നും നേരിട്ട് ബ്ലഡിലേക്കല്ല. സ്വെറ്റ് ഗ്ലാൻഡ് ഒരിക്കലും നേരിട്ട് ബ്ലഡിലേക്കല്ല. സ്വെറ്റ് ഗ്ലാൻഡ് പ്രൈമറിലി ഹെൽപ്പ് ഇൻ റെഗുലേറ്റിംഗ് ബോഡി ടെമ്പറേച്ചർ ആണ്. സ്വെറ്റ്സ് ആൻഡ് പ്രൈമറിലി ഹെൽപ്പ് ഇൻ റെഗുലേറ്റിംഗ് ബോഡി ടെമ്പറേച്ചർ. വിച്ച് ഗ്ലാൻഡ് സെക്രീറ്റ്സ് എൻസൈം സച്ച് ആസ് അമിലേസ്, ട്രിപ്സിൻ ആൻഡ് ലിപ്പേസ്? അതേതായിരിക്കും? ഓഫ് കോഴ്സ് പാൻക്രിയാസ് ആയിരിക്കും. സ്വെറ്റ് ഗ്ലാൻഡ് അല്ല. ഇങ്ങനെ നിങ്ങൾ ആൻസർ അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയത്തില്ലാത്ത ഇങ്ങനെ വെട്ടി വരണം. അതായത് എലിമിനേഷൻ ഓപ്ഷൻ എന്ന് പറയും. അപ്പോൾ സ്വെറ്റ് ഗ്ലാൻഡ് അല്ല, അതിൻ്റെ അത് അമിലേസ് വരത്തില്ല. സെബേഷ്യസ് ഗ്ലാൻഡ്, സ്വെറ്റ് ഗ്ലാൻഡ് സെയിം ആണ്, അപ്പോൾ അതുമല്ല. തൈറോയ്ഡ് ഗ്ലാൻഡ് തൈറോയ്ഡ് ഹോർമോണാണ്, അതുമല്ല. അപ്പോൾ അമിലേസും ട്രിപ്സിനും ഒക്കെ വരുന്നത് പാൻക്രിയാസിൽ നിന്നാണ്. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് സെബേഷ്യസ് ഗ്ലാൻഡ്? സെബേഷ്യസ് ഗ്ലാൻഡിൻ്റെ ഫങ്ഷൻ എന്ത്? ഓഫ് കോഴ്സ് സെക്രീറ്റ് സീബം ഇൻ ദ സ്കിന്നാണ്. സീബം സ്കിന്നിലേക്ക് സെക്രീറ്റ് ചെയ്യുന്നതാണ് സെബേഷ്യസ് ഗ്ലാൻഡിൻ്റെ ഫങ്ഷൻ. അടുത്തത് ഇപ്പോൾ പ്രൊഡ്യൂസ് ഇൻസുലിൻ ആണത് പാൻക്രിയാസ് ആണ്. സെക്രീറ്റ് സ്വെറ്റ് ആണെങ്കിൽ നമുക്കത് സ്വെറ്റ് ഗ്ലാൻഡ്. വിച്ച് ഗ്ലാൻഡ്സ് ഹെൽപ്സ് മോയ്സ്റ്റൻ ഐ ബൈ സെക്രീറ്റിംഗ് വാട്ടർ? അതായത് ലാക്രിമൽ ഗ്ലാൻഡാണ്. ഐസിലേക്ക് മീൻസ് ലൂബ്രിക്കേറ്റ് ചെയ്യുന്നത് ലാക്രിമൽ ഡക്റ്റാണ്. ലാക്രിമൽ ഗ്ലാൻഡ് ലാക്രിമൽ ഡക്റ്റ് വഴിയാണ് ലൂബ്രിക്കേറ്റ് ചെയ്യുന്നത്. അതൊരു എക്സോക്രൈൻ ഗ്ലാൻഡാണ്. പിറ്റ്യൂട്ടറി അല്ല, പരോട്ടിലല്ല, ലാക്രിമൽ ഗ്ലാൻഡാണ്. വിച്ച് എൻഡോക്രൈൻ ഗ്ലാൻഡ് ഈസ് കൺസിഡേർഡ് ദ മാസ്റ്റർ ഗ്ലാൻഡ്? മാസ്റ്റർ ഗ്ലാൻഡ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ്. ഇതിൽ വേറൊന്നുമല്ല, പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ് മാസ്റ്റർ ഗ്ലാൻഡ്. വാട്ട് ഈസ് എ ജോയിൻറ്റ്? ജോയിൻറ്റ് മീൻസ് എ ജംഗ്ഷൻ ബിറ്റ്വീൻ 2 or more ബോൺസ് ഓർ കാർട്ടിലേജ്. കുറേ ജോയിൻറ്റ്സ് ഉണ്ട്, അപ്പോൾ അവിടെ രണ്ടും 2 or more ബോൺസിൻ്റെയും കാർട്ടിലേജിൻ്റെ ഒരു ജംഗ്ഷനാണ്. ഹൗ മെനി ജോയിൻറ്റ്സ് ആർ ഫൗണ്ട് ഇൻ ദ ഹ്യൂമൻ ബോഡി? അപ്രോക്സിമേറ്റ്ലി അത് 230 ആണ്. വിച്ച് ടൈപ്പ് ഓഫ് ജോയിൻറ്റ് ഈസ് ഇമ്മൂവബിൾ ആൻഡ് ഫൗണ്ട് ഇൻ സ്കള്ളിൽ? മൂവ് ചെയ്യാത്ത ജോയിൻറ്റ് അതേതാണ്? സൈനോവിയൽ ജോയിൻറ്റ് എപ്പോഴും മൂവ് ചെയ്യുന്നതാണ്. സിംഫൈസിസ് ഫോഴ്സ് സ്കള്ളിലല്ല. ബോൾ ആൻഡ് സോക്കറ്റ് സ്കള്ളിലല്ല. സ്കള്ളിൽ സൂച്ചേഴ്സ് ആണുള്ളത്. സൂച്ചേഴ്സ്, അപ്പോൾ സൂച്ചറാണ്. 2 എണ്ണം വരുന്നതാണ് സൂച്ചർ. വാട്ട് ടൈപ്പ് ഓഫ് ജോയിൻറ്റ് ഈസ് സ്ലൈറ്റ്ലി മൂവബിൾ ആൻഡ് ജോയിൻഡ് ബൈ കാർട്ടിലേജ്? കാർട്ടിലേജ് ആയിട്ട് ജോയിൻ ചെയ്യുന്ന ഏത് ജോയിൻറ്റ് നിങ്ങൾ കാർട്ടിലേജിയസ് ആണ്. ഫൈബ്രസ് അല്ല, കാർട്ടിലേജിനിയസ് ജോയിൻസ് ആണ്. വിച്ച് ഫ്ലൂയിഡ് ഫിൽഡ് ഈ സ്ട്രക്ചർ റെഡ്യൂസസ് ഫ്രിക്ഷൻ ഇൻ ജോയിൻസ്? അത് ബർസ. അത് നമ്മൾ നീ പെയിനൊക്കെ പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നതാണ്. ലിഗമെൻറ്റ്സ് അല്ല, ബർസയാണ്. വിച്ച് ജോയിൻറ്റ് പെർമിറ്റ്സ് മൂവ്മെൻറ്റ് ഇൻ ഓൾ പ്ലെയിൻ? എല്ലാ പ്ലെയിനിലേക്കും ചുറ്റും ചെയ്യുന്നത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻസ് ആണ്. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻസ് ആണ് ചുറ്റും. അതായത് ഷോൾഡർ ഉണ്ട്, ചുറ്റും നമുക്ക് കൈ ഇറക്കാൻ പറ്റും. അതൊക്കെയാണ് ബോൾ ആൻഡ് സോക്കറ്റ് മീൻസ് ബോൾ ആൻഡ് സോക്കറ്റിന് എക്സാമ്പിളൊക്കെ ഷോൾഡർ ജോയിൻ്റ് ഒക്കെയാണ്. ദ എൽബോ ജോയിൻറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഹിഞ്ച് ജോയിൻറ്റ്. എൽബോ എപ്പോഴും ഹിഞ്ച് ജോയിൻ്റ് ആണ്. വിച്ച് ജോയിൻറ്റ് അലോ റൊട്ടേഷൻ എറൗണ്ട് എ സെൻട്രൽ ആക്സിസ്? സെൻട്രൽ ആക്സിസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പൈവോട്ട് ജോയിൻറ്റ്. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് സൈനോവിയൽ ഫ്ലൂയിഡ്? സൈനോവിയൽ ഫ്ലൂയിഡ് നമുക്കറിയാം, അത് ലൂബ്രിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സൈനോവിയൽ ഫ്ലൂയിഡിൻ്റെ മെയിൻ ഫങ്ഷൻ. ലൂബ്രിക്കേറ്റ് ആൻഡ് നറീഷ് ആർട്ടിക്കുലാർ കാർട്ടിലേജ്. ആർട്ടിക്കുലാർ കാർട്ടിലേജിനെ ലൂബ്രിക്കേറ്റ് ചെയ്യുക, നറീഷ് ചെയ്യുക എന്നുള്ളതാണ്. ദ ജോയിൻറ്റ് ബിറ്റ്വീൻ ട്രപസിയം ആൻഡ് മെറ്റാകാർപ്പൽ ബോൺ ഓഫ് ദ തം ഈസ് സാഡിൽ ജോയിൻറ്റ്. അപ്പോൾ ജോയിൻറ്റ് നിങ്ങളെല്ലാ ജോയിൻറ്റും ജസ്റ്റ് പഠിക്കണം. അതിന് വേണ്ടിയാണ് ഇതോരോ ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നത്. വിച്ച് ടൈപ്പ് ഓഫ് ജോയിൻറ്റ് ഹാസ് ആൻ ആർട്ടിക്കുലാർ ഡിസ്ക് ഓർ മെനിസ്കസ് ആൻഡ് മോർ ദാൻ 3 സർഫസ്? മോർ ദാൻ 3 സർഫസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ കോംപ്ലക്സ് ജോയിൻറ്റ് എന്ന് എഴുതണം. ഡയാർത്രോസിസ് ജോയിൻസ് ആർ
അതേതാണ് ഫ്രീലി മൂവബിൾ ആണ്. ഡയാർത്രോസിസ് ജോയിൻസ് ആർ ഫ്രീലി മൂവബിൾ ജോയിൻസ്. വിച്ച് സെല്ലുലാർ എക്സ്റ്റൻഷൻ പ്രൊപ്പൽ സബ്സ്റ്റൻസ് എക്രോസ് സെൽ സർഫസ്. പ്രൊപ്പൽ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സബ്സ്റ്റൻസിനെ മൂവ് ചെയ്യിക്കുക, അതായത് എസ്പെഷ്യലി മ്യൂക്കസ് എന്തെങ്കിലും വേസ്റ്റിനെയൊക്കെ മുകളിലേക്ക് കളയുന്നതൊക്കെ സീലിയാണ്. അത് സീലിയാണ്. മൈക്രോവില്ലേ കാണുന്നത് സെല്ലിലാണ്, ഇത് സീലിയാണ്. വാട്ട് ബ്രേക്ക് ഡൗൺ ഹൈഡ്രജൻ പെറോക്സൈഡ് ഇൻ സെല്ല്. ഹൈഡ്രജൻ പെറോക്സൈഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഹൈഡ്രജൻ അയണാക്കി മാറ്റുന്നത് പെറോക്സിസോമാണ്. വാട്ട് ഹെൽപ്പ് ഇൻ ഓർഗനൈസിങ് സ്പിൻഡിൽസ് ഫൈബർ ഡ്യൂറിങ് മൈറ്റോസിസ്. അതൊക്കെ നിങ്ങൾ ഒന്ന് ഓർക്കാമെങ്കിൽ ഓർത്താൽ മതി. സെൻട്രിയോൾസ് ആണ്. വിച്ച് RNA ടൈപ്പ് ക്യാരീസ് അമിനോ ആസിഡ് ഡ്യൂറിങ് പ്രോട്ടീൻ സിന്തസൈസ്. അമിനോ ആസിഡ് ക്യാരി ചെയ്യുന്ന RNA എപ്പോഴും tRNA ആണ്. tRNA. വിച്ച് മൂവ്മെൻറ്റ് ഇൻക്രീസ് ആംഗിൾ ബിറ്റ്വീൻ ബോൺസ് അറ്റ് എ ജോയിൻറ്റ്. അത് എക്സ്റ്റൻഷൻ ആണ്. ടേണിംഗ് ദ സോൾ ഓഫ് ദ ഫുഡ് ഇൻവേർഡ് ഈസ് കോൾഡ് ഇൻവേർഷൻ. ഇൻവേർഷൻ ആണ്. ദ മൂവ്മെൻറ്റ് ഓഫ് ബ്രിങ്ങിങ് ദ തമ്പ് ടു ടച്ച് അനദർ ഫിംഗർ ഈസ് കോൾഡ്. തമ്പ് അനദർ ഫിംഗറിനെ ടച്ച് ചെയ്യുന്ന മൂവ്മെൻറ്റിന് പറയുന്ന പേരാണ് ഒപ്പോസിഷൻ. ദ റൊട്ടേഷൻ ഓഫ് ദ ഫോറാം സോ ദാറ്റ് ദ പാം ഫേസസ് ഡൗൺവേർഡ് ഈസ് കോൾഡ്. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഡൗൺവേർഡ് വരുന്നതിനാണ് പ്രൊനേഷൻ എന്ന് പറയുന്നത്. സ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അപ്വേർഡാണ്. വിച്ച് ടൈപ്പ് ഓഫ് എപ്പിത്തീലിയൽ ടിഷ്യൂ ലൈൻ ദ ആൽവിയോള ഓഫ് ദ ലങ്സ്. ലങ്സിലെ ആൽവിയോളേനെ കവർ ചെയ്യുന്ന എപ്പിത്തീലിയം എപ്പോഴും സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം ആണ്. ലങ്സിലെ ആൽവിയോളേനെ. വിച്ച് എപ്പിത്തീലിയം ഈസ് സ്പെഷ്യലൈസ്ഡ് ഫോർ അബ്സോർഷൻ ആൻഡ് സെക്രീഷൻ ഇൻ ദ ഡൈജസ്റ്റീവ് ട്രാക്ക്. അത് സിമ്പിൾ കോളമിനാർ എപ്പിത്തീലിയമാണ്. ഈ എപ്പിത്തീലിയം ഒക്കെ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾക്ക് ഓരോ സിസ്റ്റം പഠിക്കുമ്പോഴും ഇതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ ഇപ്പോഴേ പഠിച്ചു നോക്കുകയാണെങ്കിൽ എളുപ്പമാണ്. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് സീലിയ ഇൻ സ്യൂഡോ സ്ട്രേറ്റിഫൈഡ് കൊളമിനാർ എപ്പിത്തീലിയം. ഇത് നിങ്ങൾ റെസ്പിറേറ്ററി സിസ്റ്റം പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കും. ട്രക്കിയ, ലാറിൻസ് ഇവിടെ എല്ലാം ഉള്ള സിസ്റ്റമാണ് സീലിയേറ്റ് സ്യൂഡോ സ്ട്രേറ്റിഫൈഡ് കൊളമിനാർ എപ്പിത്തീലിയം. ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ പ്രൊപ്പൽഷൻ ഓഫ് മ്യൂക്കസിനെ പ്രൊപ്പൽ ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും വേസ്റ്റ് പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അത് എക്സ്പെൽ ചെയ്യുക എന്നുള്ളതാണ്. വേർ ഈസ് ട്രാൻസിഷണൽ എപ്പിത്തീലിയം ടിപ്പിക്കലി ഫൗണ്ട്. യൂറിനറി ബ്ലാഡറിലാണ് ട്രാൻസിഷണൽ എപ്പിത്തീലിയം കാണുന്നത്. വിച്ച് കണക്റ്റീവ് ടിഷ്യൂ കണ്ടെയ്ൻ ഫാറ്റ് സെൽ ആൻഡ് സ്റ്റോർ എനർജി. അത് അഡിപ്പോസ് ടിഷ്യൂ ആണ്. ഇപ്പോഴും ഫാറ്റ് സെല്ലിനെ സ്റ്റോർ ചെയ്യുന്നതും എനർജി നൽകുന്നതും ഒക്കെ ചെയ്യുന്ന അഡിപ്പോസ് ടിഷ്യൂ ആണ്. വിച്ച് കണക്റ്റീവ് ടിഷ്യൂ ഫോം ദ ഫ്രെയിംവർക്ക് ഫോർ ലിംഫ് നോഡ് ആൻഡ് ബോൺ മാരോ. അത് റെക്ടിക്കുലാർ ടിഷ്യൂ ആണ്. റെക്ടിക്കുലാർ ടിഷ്യൂ. വിച്ച് ടൈപ്പ് ഓഫ് കാർട്ടിലേജ് ഇസ് ഫൗണ്ട് ഇൻ ദ ഇൻ്റർവെർട്ടിബ്രൽ ഡിസ്ക്. അത് ഫൈബ്രോ കാർട്ടിലേജസ് ആണ് ഇൻ്റർവെർട്ടിബ്രൽ ഡിസ്കിൽ കാണുന്നത്. വിച്ച് കണക്റ്റീവ് ടിഷ്യൂ ഇസ് എവാസ്കുലർ ആൻഡ് കണ്ടെയ്ൻ കോൺട്രോസൈറ്റ്സ് ആൻഡ് ലാക്യുനെ. അത് കാർട്ടിലേജസ് ആണ്. വിച്ച് മസിൽ ടിഷ്യൂ ഇസ് വോളണ്ടറി ആൻഡ് സ്ട്രെയിറ്റഡ്. അത് സ്കെലിറ്റൽ മസിൽസ് ആണ്. വോളണ്ടറി ആൻഡ് സ്ട്രെയിറ്റഡ് മസിൽ സ്കെലിറ്റൽ മസിലാണ്. വിച്ച് ഈസ് ദ ഫങ്ഷൻ ഓഫ് കാർഡിയാക് മസിൽ പമ്പ് ബ്ലഡ് പമ്പ് ചെയ്യുക എന്നുള്ളതാണ് കാർഡിയാക് മസിൽസിൻ്റെ ഫങ്ഷൻ. വിച്ച് സെൽ ആർ റെസ്പോൺസിബിൾ ഫോർ ട്രാൻസ്മിറ്റിംഗ് നെർവ് ഇമ്പൾസ്. നെർവ് ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എഫോഴ്സ് ന്യൂറോൺ ആണ്. അതൊന്നൊക്കെ ഒന്ന് നോക്കണം. ഇത് വിച്ച് ടൈപ്പ് ഓഫ് മസിൽ ഈസ് റെസ്പോൺസിബിൾ ഫോർ വോളണ്ടറി ബോഡി മൂവ്മെൻറ്റ്. സ്കെലിറ്റൽ മസിൽ. വിച്ച് ടൈപ്പ് ഓഫ് മസിൽ ഈസ് ഫൗണ്ട് ഇൻ ദ വോൾ ഓഫ് ദ ഹോളോ ഇൻറ്റേർണൽ ഓർഗൻ. ദാറ്റ്സ് സ്മൂത്ത് മസിൽ. നിങ്ങൾ ഇതിൻ്റെ ഓപ്ഷനൊക്കെ വായിച്ച് നോക്കണം. ഇത് ഞാൻ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഫാസ്റ്റായിട്ട് പോകുന്നത്. ദ മസിൽ ടിഷ്യൂ ഫൗണ്ട് ഒൺലി ഇൻ ദ ഹാർട്ട് ഈസ് കോൾഡ് കാർഡിയാക് മസിൽ. ഹാർട്ടിൽ മാത്രം കാണുന്ന മസിലാണ് കാർഡിയാക് മസിൽ. ഈ മസ്കുലർ ജോയിൻസ് ഒക്കെ പഠിക്കണം. ഇതിൽ നിന്നൊക്കെ ഒബ്ജക്റ്റീവ് ടൈപ്പ് വരാനാണ് ചാൻസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് പ്രോപ്പർട്ടി ഓഫ് മസിൽ ടിഷ്യൂ. ഇലാസ്റ്റിസിറ്റി ആണ് മസിൽ ടിഷ്യൂവിൻ്റെ പ്രോപ്പർട്ടി. റിജിഡിറ്റി അല്ല, ഇലാസ്റ്റിസിറ്റി ആണ്. അതുകൊണ്ടാണ് ബോഡിക്ക് മൂവ് ചെയ്യാൻ സാധിക്കുന്നത്. വിച്ച് പ്രോട്ടീൻ ഇൻ മസിൽ സ്റ്റോർ ഓക്സിജൻ. അത് നിങ്ങൾ നോക്കണം. മയോഗ്ലോബിനാണ്. മസിലിലുള്ള പ്രോട്ടീൻ്റെ പേര് മയോഗ്ലോബിനാണ്. മസിലിൽ ഹീമോഗ്ലോബിൻ ബ്ലഡിലാണ്. സാക്രോലീമ ഈസ് ദ സെൽ മെംബ്രെയിൻ ഓഫ് എ മസിൽ സെൽ. മസിൽ സെല്ലിൻ്റെ സെൽ മെംബ്രെയിൻ പറയുന്ന പേരാണ് സാക്രോലീമ. ദ സ്മോളസ്റ്റ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എ മസിൽ ഈസ് സാക്രോമേഴ്സ്. സ്മോളസ്റ്റ് ഫങ്ഷൻ യൂണിറ്റ് ആണ് സാക്രോമേഴ്സ്. വിച്ച് മസിൽ ടൈപ്പ് ഈസ് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആൻഡ് സ്ട്രെയിറ്റഡ്. മൾട്ടി ന്യൂക്ലിയേറ്റഡും സ്ട്രെയിറ്റഡും ആയിട്ടുള്ളത് സ്കെലിറ്റൽ മസിലാണ്. അതിൻ്റെ പിക്ചറൊക്കെ നന്നായിട്ട് ബുക്സിൽ കൊടുത്തിട്ടുണ്ട്. വിച്ച് മസിൽ ടൈപ്പ് ഈസ് നോൺ സ്ട്രെയിറ്റഡ് ആൻഡ് ഇൻവോളണ്ടറി. അത് സ്മൂത്ത് മസിലാണ്. വിച്ച് ഓർഗനല്ലേ സ്റ്റോർ കാൽഷ്യം ഇൻ മസിൽ സെല്ല്.
കാൽഷ്യം സ്റ്റോർ ചെയ്യുന്നത് സാക്രോപ്ലാസ്മിക് റെക്ടിക്കുലമാണ്. ട്രയാഡ് ഇൻ സ്കെലിറ്റൽ മസിൽ ഇൻക്ലൂഡ്. ട്രയാഡ് എന്ന് പറയുമ്പോൾ 3 കാര്യങ്ങളാണ് വേണ്ടത്. ട്രയാഡ് ഇൻ സ്കെലിറ്റൽ മസിൽ ഇൻക്ലൂഡ് 1 T ട്യൂബുലാർ ആൻഡ് 2 ടെർമിനൽ സിസ്റ്റേർനെ. ഇതാണ് അങ്ങനെ 3 എണ്ണം. അതാണ് ട്രയാഡ് ഓഫ് മസിൽ എന്ന് പറയുന്നത്. വിച്ച് മസിൽ ടൈപ്പ് ഹാസ് ഇൻ്റർകലേറ്റഡ് ഡിസ്ക്? അത് കാർഡിയാക് മസിൽസിലാണ് ഉള്ളത്. ഇത്രയും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് മാക്സിമം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ളത്. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ ഇത് പഠിച്ചാൽ മതി. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും പിന്നെ പോസിബിൾ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞതും അതിൽ മാത്രം നിങ്ങൾ ഈ റിവിഷൻ പീരീഡിൽ ഫോക്കസ് ചെയ്യുക. അങ്ങനെ ഓരോ ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ടൈമിൻ്റെ ലിമിറ്റേഷൻ കാരണം ചിലപ്പം അത് സാധിക്കുമെന്ന് അറിയില്ല. ബട്ട് പോസിബിൾ ആണെങ്കിൽ ഓഫ് കോഴ്സ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.